നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീൽ ഫുട്ബോളിൽ നിന്ന് ശുഭപ്രതീക്ഷയുള്ള വാർത്തയല്ല വന്നുകൊണ്ടിരിക്കുന്നത്. എസ്റ്റവായോ വില്യൻ വേൾഡ് കപ്പിന് ഉണ്ടാവില്ല എന്ന് CBF കൺഫേം ചെയ്യുന്നു എന്നാണ് ESPN ബ്രസീലിൻ്റെ റിപ്പോർട്ട്. അതിൽ പറയുന്നത് CBF ഹാസ് പ്രാക്ടിക്കലി റൂൾഡ് ഔട്ട് എസ്റ്റവായോസ് പ്രസൻസ് അറ്റ് ദി വേൾഡ് കപ്പ്. വെറുതെ ഇങ്ങനെ പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. താരത്തിന് പരിക്കാണ്. ആ പരിക്കിൽ നിന്ന് മുക്തനാവാൻ സമയമെടുക്കും. ഇപ്പോൾ സർജറി വേണ്ടാന്ന് വെച്ചാലും കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിലൂടെ വേൾഡ് കപ്പിന് എത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് 19-കാരനായിട്ടുള്ള എസ്റ്റവായോ ഉള്ളതെങ്കിൽ CBF കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണുന്നു. പ്രാക്ടിക്കലായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് സാധ്യമുള്ള കാര്യമല്ല. വേൾഡ് കപ്പിലേക്ക് എസ്റ്റവായോക്ക് എത്തുക എന്നുള്ളത് സാധ്യമുള്ള കാര്യമല്ല എന്ന് ഇപ്പോൾ CBF മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. CBF ഹാസ് പ്രാക്ടിക്കലി റൂൾഡ് ഔട്ട് എസ്റ്റവായോസ് പ്രസൻസ് അറ്റ് വേൾഡ് കപ്പ് എന്ന് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു. ചെൽസി ഫോർവേഡ് ഗ്രേഡ് 4 മസിൽ ഇഞ്ചുറിയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാംസ്ട്രിങ്ങിൽ ഇപ്പോൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് മുമ്പ് ഒരു ഫുൾ റിക്കവറി എന്നുള്ളത് സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് വലിയ തിരിച്ചടിയാണ് ബ്രസീലിന് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഓൾറെഡി റോഡ്രിഗോ പരിക്കേറ്റ് പുറത്താണ്. എദർ മിലിറ്റാവോ പരിക്കേറ്റ് വേൾഡ് കപ്പിൽ നിന്ന് ഔട്ടായി. ഇതാ എസ്റ്റവായോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ ബ്രസീൽ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന യുവതാരമാണ്. 19 വയസ്സേ ഉള്ളൂ. ഭാവിയിലെ ബ്രസീലിൻ്റെ ഒരു പ്രധാന താരമായിട്ട് എല്ലാവരും ഉയർത്തി കാണിക്കുന്നയാളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ വേൾഡ് കപ്പിന് അദ്ദേഹം ഉണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മെയ് 18-നാണ് വേൾഡ് കപ്പിനുള്ള ബ്രസീൽ ടീം പ്രഖ്യാപിക്കുക. എന്തായാലും അതുവരെ കാത്തിരിക്കാം ആരൊക്കെ ഉണ്ടാകുമെന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.